ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലോട്ടേക്ക് പോവാം. എന്നൊരു പാത്രത്തിലോട്ടേക്ക് 250 ml കപ്പ് വരുന്ന ഒരു കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആട്ടപ്പൊടി അല്ലാണ്ട് നിങ്ങൾക്ക് മൈദപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തതിന് ശേഷം ഈ ഉപ്പും ആട്ടയും യോജിച്ച് വരുന്ന വിധത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആട്ട എടുത്ത് വെച്ച് സെയിം കപ്പിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. 250 ml വെള്ളമാണ് ഇത് വരുന്നത്. ഇതിൽ അല്പൽപ്പമായി ഈ ആട്ടയിലോട്ടേക്ക് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒറ്റയടിക്ക് വെള്ളം ചേർക്കണ്ടെന്ന് പറയുന്നത് കട്ട കുത്താൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ അല്പൽപ്പമായി ചേർത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ മാവ് ഇരിക്കേണ്ടത്. ഇനി നമ്മൾക്ക് ഈ മാവ് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി കൊടുക്കുക. ഇനി വേറൊരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബൗളിലോട്ടേക്ക് ഞാൻ 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടത്തിനുള്ള മുട്ട ഒക്കെ ചേർക്കാം കേട്ടോ. ഈ 3 മുട്ടയിലോട്ടേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ പെപ്പറും വരുന്നുണ്ട്. ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഫസ്റ്റ് ചേർത്ത് ഈ മുട്ട ഒന്ന് നല്ല രീതിക്ക് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ട നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി, അതുപോലെ ഒരു മീഡിയം സൈസ് ഉള്ളി, ഒരു ചെറിയ ക്യാരറ്റ്, അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ മുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പറും കൂടി ചേർത്ത് കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് മുളകിൻ്റെ എരിവ് മാത്രം മതിയെങ്കിൽ അത് മാത്രം വെക്കുക. പച്ചമുളകിന് പകരം ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർക്കാം കേട്ടോ. അതുമല്ല ഈ പെപ്പർ പൊടി ഒഴിവാക്കണമെങ്കിൽ അങ്ങനെയും ഒഴിവാക്കാം. ഇനി ഇതിലോട്ടേക്ക് പെപ്പർ പൊടി ചേർത്തതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം മല്ലിയിലയും കൂടി ഇതിലോട്ടേക്ക് ഞാൻ ചേർത്ത് പിന്നെയും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് വേറൊരു പാൻ വെക്കാം കേട്ടോ. ഈ പാനിലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ദോശൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നേർങ്ങനെ പരത്തി കൊടുത്ത് ഇത് നമുക്ക് ഒന്ന് നല്ല രീതിക്ക് ചുട്ടെടുത്തിട്ട് വരാം. ദോശൻ്റെ ഒരു സൈഡ് റെഡിയായി കഴിഞ്ഞാൽ മറ്റേ സൈഡിലോട്ടേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സാധാ ദോശൻ്റെ വേവിനേക്കാളും നല്ല രീതിയിൽ ഇത് മുരിഞ്ഞ് വരുന്ന രീതിയിൽ വേണം കേട്ടോ ഈ ദോശ റെഡിയാക്കാൻ. മറ്റേ സൈഡും റെഡിയായതിന് ശേഷം നമ്മൾ ഈ ദോശ മാറ്റുന്നുണ്ട്. എന്നാൽ ഇതേ സെയിം പാനിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ പാനിൻ്റെ എല്ലാ വശത്തും ആയതിനു ശേഷം നമ്മൾ നേരത്തെ ദോശ ബാറ്റർ ഒഴിച്ച് അതേ രീതിയിൽ തന്നെ ഈ മുട്ടയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശൻ്റെ ആ ഒരു അളവ് അനുസരിച്ച് തന്നെ മതി കേട്ടോ ഈ ഒരു മുട്ടൻ്റെ വണ്ണവും. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് എല്ലായിടത്തും ഒരു റൗണ്ട് രീതിക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടൻ്റെ മേലെയുള്ള മഞ്ഞ കളറ് വേകുന്നതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ ചുട്ടുവെച്ച ഒരു ദോശയും ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പാച്ചുലയോ സ്പൂണോ വെച്ച് ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ദോശ ഇതിലോട്ടേക്ക് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ആ മുട്ട ഒന്ന് വേകാൻ വേണ്ടിയിട്ട് വെക്കുക. നല്ല രീതിക്ക് വെന്തതിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ടതിന് ശേഷം ഒരു സൈഡിലോട്ടേക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊസറല്ല ചീസ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ അവർക്ക് എന്തായാലും ഈ മൊസറല്ല ചീസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലോട്ടേക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നല്ല രീതിക്ക് മൊസറല്ല ചീസൊക്കെ മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മളെ ഡിഷ് നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം കണ്ടില്ലേ, ചൂടോടെ തന്നെ സെർവ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. കണ്ടോ, മൊസറല്ല ചീസൊക്കെ ചൂടോടെ തന്നെ ആയതുകൊണ്ട് നല്ല രീതിയിൽ വെലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു കടി കടിച്ചപ്പോൾ ഇത് കണ്ടില്ലേ, മൊസറല്ലൊക്കെ വെലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ ഞാൻ വേറെ ഇങ്ങനെയുള്ള നല്ല റെസിപ്പീസ് ആയിട്ടും വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.